ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പ്ലാന്റഡ് പോട്ട് വരയ്ക്കാൻ പോവുകയാണ്. ഇല്ലസ്ട്രേറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇല്ലസ്ട്രേറ്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വരയ്ക്കാൻ പോകുന്ന പിക്ചർ പ്ലാന്റഡ് പോട്ട്സ് ആണ്. നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഇതാണ്. ഈ പിക്ചർ പോട്ടഡ് പ്ലാന്റിൻ്റെ പിക്ചറാണ് നമ്മളിന്ന് വരയ്ക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് പുതിയൊരു ഫയൽ ഓപ്പൺ ചെയ്യാം. ന്യൂ 100x100 പിക്സലായിട്ട് ഓപ്പൺ ചെയ്യുന്നത്. നമ്മുടെ സ്ക്രീൻ വന്നിട്ടുണ്ട്. അതിനുശേഷം ആദ്യം നമ്മൾ പോട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ റെക്റ്റാങ്കിൾ ടൂൾ എടുക്കുന്നു. അതിനുശേഷം നമ്മളൊരു ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഒരു റെക്റ്റാങ്കിൾ വരക്കുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബോർഡർ റിമൂവ് ചെയ്യുക. ബോർഡർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഒരു കളർ കൊടുക്കുന്നു. നമ്മളെ പോട്ടിന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അത്യാവശ്യം മാച്ച് ചെയ്യുന്നൊരു കളർ സെലക്ട് ചെയ്തിട്ട് ഓക്കെ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പോട്ടിൻ്റെ ബേസ് ആയിട്ടുണ്ട്. ഇനി അതിന് ശേഷം അതിൻ്റെ മേലെ ഒരു റെക്റ്റാങ്കിളും കൂടി നമ്മൾ വരക്കുന്നു. റെക്റ്റാങ്കിൾ ടൂൾ എടുത്ത് ഒരു റെക്റ്റാങ്കിൾ കൂടി വരക്കുന്നു. കുറച്ച് ഹൈറ്റ് കൂട്ടാം. അതിന് ശേഷം നമ്മളിത് കുറച്ച് വലുതാക്കണം. അതിനു വേണ്ടി രണ്ട് സൈഡിൽ നിന്നും വലുതാക്കാൻ വേണ്ടിക്ക് നമ്മൾ ആൾട്ട് പ്രസ് ചെയ്ത് എന്നിട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക. ഇപ്പോൾ രണ്ട് സൈഡും നമ്മുടെ റെക്റ്റാങ്കിൾ വലുതായിട്ടുണ്ട്. റിലീസ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഹൈറ്റ് കുറച്ചൊന്ന് കുറക്കുക. അപ്പോൾ നമ്മൾ പ്ലാന്റ് പോട്ടിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ ആയിട്ടുണ്ട്. നമ്മൾക്ക് ഇതിൻ്റെ എൻഡ് അല്ലെങ്കിൽ കോർണർ നമുക്കൊന്ന് കേർവ് ചെയ്യണം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ പോട്ടിൻ്റെ താഴത്തെ ഭാഗം നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചൊന്ന് ചരിച്ച് വെക്കണം. അതിനു വേണ്ടി നമ്മൾ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുക്കുക. അതിനുശേഷം നമ്മൾ ഈ കോർണർ മാത്രം സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ കീബോർഡിലുള്ള ലെഫ്റ്റ് ആരോ 1 2 3 പ്രാവശ്യം പ്രസ് ചെയ്യുക. അപ്പോൾ ചെറുതായിട്ടുള്ളൊരു കേവ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ലെഫ്റ്റിൽ കാണുന്ന കോർണർ സെലക്ട് ചെയ്തിട്ട് കീബോർഡിലുള്ള റൈറ്റ് ആരോ ഒരു 3 പ്രാവശ്യം പ്രസ് ചെയ്യുക. അപ്പം നമ്മൾ കേവ് ഏകദേശം ആയിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് ഇവിടെ ഒരു കേവ് കുറച്ചും കൂടി ഒന്ന് ഈ കോർണറൊന്ന് കേവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുത്ത് സെലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ രണ്ട് കോർണറും സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇതിൻ്റെ അകത്ത് കാണുന്ന ഈ സർക്കിൾ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്കൊന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മളെ പോട്ടിൻ്റെ ബേസ് കേവ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മേൽഭാഗം കേവ് ചെയ്യണം. അപ്പോൾ കേവ് ചെയ്യാൻ വേണ്ടി ഈ സർക്കിൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഉള്ളിലേക്ക് വലിക്കുന്നു. ഇപ്പം നമ്മുടെ ടോപ്പ്, അതായത് പോട്ടിൻ്റെ മേൽഭാഗവും ഏകദേശം കേവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഷാഡോ ക്രിയേറ്റ് ചെയ്യണം. ഇതിൻ്റെ ഒരു 3D ലുക്ക് അല്ലെങ്കിൽ ഒരു 2D ലുക്ക് വരാൻ വേണ്ടിക്ക് ഒരു ചെറിയൊരു ഷാഡോ ക്രിയേറ്റ് ചെയ്യുന്നു. അതിന് വേണ്ടിക്ക് നമ്മൾ റെക്റ്റാങ്കിൾ ടൂൾ ഒന്നും കൂടി എടുക്കുക. അതിനുശേഷം ഒന്ന് ഡ്രോ ചെയ്യുക. ചെറുതായിട്ട് നമ്മൾ ഡ്രോ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് ഡാർക്ക് കളർ കൊടുക്കുക. ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു ഡാർക്ക് കളർ. ഇപ്പോൾ ഡാർക്ക് കളർ കൊടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം നമ്മൾ റിമൂവ് ചെയ്യണം. ആ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ഫുള്ളായിട്ടൊന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഷേപ്പ് ബിൽഡർ ടൂൾ ഉണ്ട് ഇവിടെ. ഷേപ്പ് ബിൽഡർ ടൂൾ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾട്ട് പ്രസ് ചെയ്യുക. ആൾട്ട് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് മൈനസ് ആവും. കേഴ്സറിൽ മൈനസ് ആയിട്ടുണ്ട്. അതിനുശേഷം ഒരു ലെഫ്റ്റ് ക്ലിക്ക് കൊടുക്കുക. റിമൂവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ആൾട്ട് പ്രസ് ചെയ്തിട്ട് ഈ ഭാഗവും നമ്മൾ റിമൂവ് ചെയ്യും. അപ്പോൾ നമ്മൾ ഷാഡോ വന്നിട്ടുണ്ട്. ഷാഡോ വേണമെങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് ചെറുതാക്കാം. ഇപ്പോൾ ഷാഡോ വന്നിട്ടുണ്ട്.
ഇനി നമുക്കൊരു നമ്മുടെ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇത് താഴെ ഷാഡോ റെഡി ആയിട്ടുണ്ട്. ഇനി ഇവിടെ ഈ സൈഡ് ഫുള്ളായിട്ടൊരു ഷാഡോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊന്നും കൂടി റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് ഹാഫ് വരെ ഒന്നൊരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. ഓക്കെ, അതിനുശേഷം സെയിം കളർ തന്നെ ഡാർക്ക് കളർ. അതിനുശേഷം ഫുള്ളായിട്ടൊന്ന് സെലക്ട് ചെയ്ത് ഷെയ്ഡ് ബിൽഡർ ടൂൾ എടുക്കുക. അതിനുശേഷം ആൾട്ട് പ്രസ് ചെയ്തിട്ട് ഈ പുറം ഭാഗം ഒന്ന് റിമൂവ് ചെയ്യുക. ഓക്കെ, പിന്നെ ഈ നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഷേപ്പിൻ്റെ ഒപ്പാസിറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ തിക്നെസ് അല്ലെങ്കിൽ അതൊരു ലൈറ്റ് ട്രാൻസ്പാരൻസി കുറക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ട്രാൻസ്പാരൻസി ലെയറിൽ പോയിട്ട്, ഇത് നിങ്ങൾ കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വിൻഡോയിൽ പോയിട്ട് ട്രാൻസ്പാരൻസി വിൻഡോ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇതിൽ പോയിട്ട് നമ്മൾ ട്രാൻസ്പാരൻസി ഒരു 31 അല്ലെങ്കിൽ 43 ആ റേഞ്ചിലെടുക്കുക. നമുക്ക് കാണാവുന്നതാണ് ഒരു 3D ലുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു പോട്ട് ക്രിയേറ്റ് ചെയ്യുക. നമ്മളൊരു പോട്ട് റെഡി ആയിട്ടുണ്ട്, നമുക്ക് സെൻറ്ററിൽ പ്ലേസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ലീഫ് ക്രിയേറ്റ് ചെയ്യണം. ലീഫ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിക്ക് നമ്മൾ ആദ്യം ഒരു സർക്കിൾ വരക്കുക. ഷിഫ്റ്റ് പ്രസ് ചെയ്തതിനാൽ നമുക്ക് പ്രപ്പോർഷനായിട്ട് സർക്കിൾ കിട്ടുന്നതാണ്. അതിന് നമ്മൾ കളറ് ഒരു സ്വാച്ചസിൽ പോയിട്ട് നമുക്ക് കളർ എടുക്കാം. ഇവിടെ പോയിട്ട് നമുക്കൊരു ലൈറ്റ് ഗ്രീൻ കളർ എടുക്കാം. അതിനുശേഷം ഈ സർക്കിൾ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിക്ക് നമ്മൾ ആദ്യം സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ സർക്കിളിൻ്റെ മേലെ വന്നതിന് ശേഷം ആൾട്ട് പ്രസ് ചെയ്യുക. ആൾട്ട് പ്രസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ കാണാവുന്നതാണ് നമ്മുടെ ആരോ മാറുന്നുണ്ട്. ഒരു കോപ്പി ആരോ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആൾട്ട് പ്രസ് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കോപ്പി കിട്ടുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതേ ലൈനിൽ തന്നെ നമുക്ക് ഡ്രാഗ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 സർക്കിൾ നമ്മളിങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ 2 സർക്കിളും സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് വേണ്ടത് ഈ സെൻറ്റർ പാർട്ടാണ് നമ്മളൊരു ലീഫായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. നമുക്ക് ഈ സൈഡും നമ്മൾ റിമൂവ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഷേപ്പ് ബിൽഡർ ടൂൾ എടുക്കുക. അതിനുശേഷം ആൾട്ട് പ്രസ് ചെയ്തിട്ട് ഈ 2 സൈഡ് നമ്മൾ റിമൂവ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ ലീഫ് റെഡി ആയിട്ടുണ്ട്. 2 ലീഫാണ് ഉള്ളത്. അതിൽ ഒരു ലീഫിൻ്റെ കളറ് നമ്മൾ എന്ത് ചെയ്യുക, വേറൊരു ഡാർക്കായിട്ട് കൊടുക്കുക. അപ്പോൾ 2 ലീഫായിട്ടുണ്ട്. ലീഫ് ഒരു 3D എഫക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നിൻ്റെ മേലെ ഒന്ന് വെച്ച് അതിന് ശേഷം നമ്മൾ ഈ മേലെയുള്ള ലീഫിൻ്റെ പകുതി ഭാഗം നമ്മൾ കട്ട് ചെയ്യണം. കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ റെക്റ്റാങ്കിൾ ടൂൾ എടുക്കുന്നു. അതിനുശേഷം നമ്മൾ റെക്റ്റാങ്കിൾ വരച്ച് പകുതി വരെ റെക്റ്റാങ്കിൾ വരക്കുന്നു. അതിനുശേഷം നമ്മൾ ഫുള്ളായിട്ടൊന്ന് സെലക്ട് ചെയ്ത് ഷേപ്പ് ബിൽഡർ ടൂൾ എടുക്കുക. അതിനുശേഷം ആൾട്ട് പ്രസ് ചെയ്ത് പുറത്തുള്ള ഭാഗം ഒന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ആൾട്ട് പ്രസ് ചെയ്ത് ഷേപ്പ് ബിൽഡർ ടൂൾ എടുത്ത് ആൾട്ട് പ്രസ് ചെയ്ത് ഈ ഭാഗം കൂടി റിമൂവ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ചെയ്ത് ശരിയാവില്ല. അപ്പോൾ നമ്മൾ ഈ ഡാർക്ക് ലീഫിൻ്റെ പകുതി ഭാഗം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെക്റ്റാങ്കിൾ ടൂൾ എടുക്കുന്നു. അതിനുശേഷം പകുതി വരെ വരക്കുന്നു. അതിനുശേഷം ഫുള്ളായിട്ട് സെലക്ട് ചെയ്യുക. പിന്നെ ഷേപ്പ് ബിൽഡർ ടൂൾ എടുത്ത് ആൾട്ട് പ്രസ് ചെയ്ത് ഇത് റിമൂവ് ചെയ്യുക. പകുതി ലീഫായിട്ടുണ്ട്. അത് നമ്മൾ ഡ്രാഗ് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ നിന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു 3D ലുക്കുള്ള ഒരു ലീഫായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ലീഫ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണാവുന്നതാണ് ഈ ലീഫ് ഈ പോട്ടിൻ്റെ മേലെയാണുള്ളത്. അത് നമുക്ക് ബാക്ക് സൈഡിലാക്കണം. അതിന് വേണ്ടി നമ്മൾ ഈ ലീഫ് മാത്രം സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അറേഞ്ച് സെൻഡ് ടു ബാക്ക്. അപ്പം നമ്മളത് ബാക്കിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ ലീഫ് 2 ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. 3 ലീഫാണ് വേണ്ടത്. അപ്പോൾ ഇത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ആൾട്ട് പ്രസ് ചെയ്യുക. അതിനുശേഷം ആൾട്ട് പ്രസ് ചെയ്യുന്ന അങ്ങനെയല്ല, സെലക്ട് ചെയ്യുക. അതിനുശേഷം കോപ്പി ചെയ്യുക. എന്നിട്ട് പേസ്റ്റ് ഇൻ പ്ലേസ്, അതിൻ്റെ മേലെ തന്നെ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇപ്പം പ്ലേസ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ റൊട്ടേറ്റ് ടൂൾ പ്രസ് ചെയ്ത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ടത് ഈ പോയിന്റ് എന്നാണ്. അപ്പോൾ ഈ റെഡ്
കാണുന്ന ഇതാണ് സെൻറ്റർ പോയിൻ്റ്. അത് ഡ്രാഗ് ചെയ്തിട്ട് ഈ പോയിന്റിലേക്ക് വെക്കുക. അതിനുശേഷം നമ്മൾ ഡ്രാഗ് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ലീഫ് ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതും മേലെയാണുള്ളത്. നമുക്കത് ബാക്ക് സൈഡിലാക്കാൻ വേണ്ടിക്ക് സെലക്ട് ചെയ്യുന്നു, അറേഞ്ച് സെൻഡ് ടു ബാക്ക്. ഓക്കെ, അപ്പം നമ്മുടെ ലീഫ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒന്നും കൂടി ലീഫ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിക്ക് എഡിറ്റ്, കോപ്പി, പേസ്റ്റ് ഇൻ പ്ലേസ്. അതിനുശേഷം റൊട്ടേറ്റിൽ പോയിട്ട് നമ്മളിത് ഡ്രാഗ് ചെയ്യുക, ഈ പോയിൻ്റ് ഡ്രാഗ് ചെയ്ത് താഴെ വെക്കുക. അതിനുശേഷം നമ്മുടെ ലീഫ് റൈറ്റിലേക്കൊന്ന് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ലീഫ് റെഡി ആയിട്ടുണ്ട്. ലീഫ് നമ്മൾ ഇത് ഫ്രണ്ടിലായതുകൊണ്ട് തന്നെ സെലക്ട് ചെയ്യുക, സെൻഡ് ടു ബാക്കിലേക്ക് പോയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ സെൻറ്ററിലുള്ള ലീഫാണ് ഏറ്റവും ബാക്കിൽ വേണ്ടത്. അത് സെലക്ട് ചെയ്യുക, സെൻഡ് ടു ബാക്ക്. ഓക്കെ, അപ്പം നമ്മുടെ ലീഫ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതിൽ കണ്ട സെയിം പോട്ടഡ് പ്ലാന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ സെൻറ്ററിൽ കാണുന്ന പോട്ടാണ്, സർക്കിൾ ടൈപ്പ് പോട്ടാണ്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിക്ക് നമ്മൾക്ക് ഡ്രാഗ് ചെയ്തൊന്ന് ലെഫ്റ്റ് സൈഡിൽ വെക്കാം. ഓക്കെ, ഇനി നമ്മൾ സർക്കിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിക്ക് റെക്റ്റാങ്കിൾ ടൂളിൻ്റെ മേലൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സർക്കിൾ ടൂൾ കിട്ടുന്നതാണ്. ഇനി നമുക്ക് സർക്കിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിക്ക് നമ്മൾ ഏകദേശം സെൻറ്ററിൽ തന്നെ സർക്കിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിക്ക് ഷിഫ്റ്റ് ആൾട്ട് പ്രസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കുക. ഓക്കെ, അതിന് നമ്മൾ കൊടുക്കുന്ന കളറ് സെയിം കളറാണ് കൊടുക്കുന്നത്. സെയിം കളർ കിട്ടാൻ വേണ്ടിക്ക് നമ്മൾ ഐ ഡ്രോപ്പർ ടൂൾ എടുത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമ്മുടെ സർക്കിൾ ആയിട്ടുണ്ട്. ഇനി നമ്മളിത് കട്ട് ചെയ്യണം. കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ റെക്റ്റാങ്കിൾ ടൂൾ എടുക്കുന്നു. അതിനുശേഷം സെലക്ട് ചെയ്ത് അതുപോലെ തന്നെ താഴെയും നമ്മളൊരു റെക്റ്റാങ്കിൾ വരക്കുന്നു. ഓക്കെ, ഇപ്പോൾ രണ്ട് റെക്റ്റാങ്കിൾ ഉണ്ട്. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഭാഗം നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ഫുള്ളായിട്ടൊന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഷേപ്പ് ബിൽഡർ ടൂൾ എടുക്കുക, ആൾട്ട് പ്രസ് ചെയ്തിട്ട് ഈ ഭാഗം അങ്ങ് റിമൂവ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മുടെ സർക്കിൾ പോട്ടിൻ്റെ ഒരു ബേസ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒന്നും കൂടി റെക്റ്റാങ്കിൾ ടൂൾ എടുത്ത് അതിനുശേഷം ഒരു റെക്റ്റാങ്കിൾ വരക്കുക. ഫുള്ളായിട്ടൊന്ന് സെലക്ട് ചെയ്ത് ഷേപ്പ് ബിൽഡർ ടൂളിൽ പോവുക. അതിനുശേഷം ആൾട്ട് പ്രസ് ചെയ്ത് നമ്മൾ എല്ലാ ഭാഗവും ഒന്ന് റിമൂവ് ചെയ്യും. ഓക്കെ, അപ്പം നമ്മുടെ ബേസിൻ്റെ സെൻറ്റർ ഒരു സ്ട്രൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊരു 3D എഫക്റ്റ് ആക്കാൻ വേണ്ടിക്ക് നമ്മൾ റെക്റ്റാങ്കിൾ നമ്മൾ മുമ്പ് ഈ പോട്ട് ചെയ്തതുപോലെ തന്നെ ഇതിന് ഒരു 3D ഫീൽ കിട്ടാൻ വേണ്ടിക്ക് നമ്മൾ പകുതി വരെ ഒരു റെക്റ്റാങ്കിൾ വരക്കുന്നു. അതിനുശേഷം അതിൻ്റെ കളറ് നമ്മൾ സെയിം കളറായിട്ട് സെറ്റ് ചെയ്യുന്നു. ഇത് നമ്മൾ ഓൾറെഡി ട്രാൻസ്പാരൻസി അപ്ലൈ ചെയ്തതുകൊണ്ടാണ് അത് ഓൾറെഡി അപ്ലൈ ആയിട്ടുണ്ട്. നമ്മളിത് ഫുള്ളായിട്ടൊന്ന് സെലക്ട് ചെയ്ത് ഷേപ്പ് ബിൽഡർ ടൂൾ എടുക്കുക, ആൾട്ട് പ്രസ് ചെയ്ത് പുറേ ഭാഗം റിമൂവ് ചെയ്യുക. ഇപ്പം നമുക്ക് 3D ആയിട്ടുള്ളൊരു സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. ഇത് കുറച്ച് സൈസ് കൂടുതലാണെങ്കിൽ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എപ്പോഴും തന്നെ ഇത് ചെറുതാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പോട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലീഫാണ് വേണ്ടത്. ഈ 3 ലീഫും സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യുക, പേസ്റ്റ് ഇൻ പ്ലേസ്. അതിനുശേഷം നമ്മൾ ഡ്രാഗ് ചെയ്യുക, ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഇത് നമുക്ക് താഴോട്ടേക്ക് കൊണ്ടുപോകും. ഇത് ലീഫ് മേൽഭാഗം ആയതുകൊണ്ട് തന്നെ ഫുള്ളായിട്ടൊന്ന് സെലക്ട് ചെയ്യുക, അറേഞ്ച് സെൻഡ് ടു ബാക്ക്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പോട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ മൂന്നാമത് ക്രിയേറ്റ് ചെയ്യേണ്ട പോട്ട് എന്ന് പറയുന്നത് സിമിലർ പോട്ടാണ്, ബട്ട് ലീഫ് മാത്രമാണ് ചെറുതുള്ളത്. അപ്പം നമുക്കിത് ഫുള്ളായിട്ടൊന്ന് സെലക്ട് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിക്ക് ആൾട്ട് പ്രസ് ചെയ്യുക, എന്നിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കോപ്പി ചെയ്യുക. ഓക്കെ, ഇപ്പം നമ്മളെ പോട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 3 ലീഫിൻ്റെ ആവശ്യമില്ല, സിംഗിൾ ലീഫാണ് വേണ്ടു. അപ്പോൾ നമ്മൾ 2 ലീഫ് റിമൂവ് ചെയ്തിട്ട് ഈ കാണുന്ന ലീഫ് നമ്മൾ
ചെറുതാക്കാൻ വേണ്ടിക്ക് നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്യുക. ഈ ലീഫ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു സ്റ്റെം ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മളൊരു റെക്റ്റാങ്കിൾ ഓപ്പൺ ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു, ഒരു ചെറിയൊരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കളറ് നമുക്ക് ഒരു ഗ്രീൻ കളർ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫ് റൊട്ടേറ്റ് ചെയ്യണം ചെറുതായിട്ട്. റൊട്ടേറ്റ് ടൂൾ എടുക്കുക. ഈ റെഡ് കാണുന്ന സെൻറ്റർ പോയിൻ്റ് നമ്മൾ ഡ്രാഗ് ചെയ്ത് താഴത്തേക്ക് പ്ലേസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ റൈറ്റിലേക്കൊന്ന് ചരിച്ചു കൊടുക്കുന്നു ലീഫ്. അപ്പം നമ്മുടെ ഫസ്റ്റ് ലീഫ് റെഡി ആയിട്ടുണ്ട്. അത് ബ്രിങ് ടു ഫ്രണ്ട്, അറേഞ്ചിലേക്ക് പോയിട്ട് ബ്രിങ് ടു ഫ്രണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലീഫ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു കോപ്പി, ഒബ്ജക്റ്റ്, കോപ്പി, പേസ്റ്റ് ഇൻ പ്ലേസ്. ഇപ്പോൾ പ്ലേസ് ആയിട്ടുണ്ട്. അത് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ട്രാൻസ്ഫോം, റിഫ്ലക്റ്റ്, നമുക്കത് ചരിക്കാൻ വേണ്ടിയാണ് 90 ഡിഗ്രി വേർട്ടിക്കലായിട്ട് നമുക്ക് ചരിക്കാൻ വേണ്ടി. ഇതിപ്പം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക. നമ്മുടെ ലീഫ് ഇപ്പം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച 3 പോട്ടും ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് പിങ്ക് കളർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. അതിനുശേഷം ആ റെക്റ്റാങ്കിൾ നമ്മൾ ഏറ്റവും ബാക്ക് സൈഡിലേക്ക് അറേഞ്ച് ചെയ്യണം. അറേഞ്ച് സെൻഡ് ടു ബാക്ക്. അപ്പം ബാക്കിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഡബിൾ പ്രസ് ചെയ്യുക. നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കളർ ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ടെക്സ്റ്റ് എന്തെങ്കിലും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനുണ്ടെങ്കിൽ പോട്ടഡ് പ്ലാന്റ്സ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ സൈസ് കൂട്ടാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പോട്ടഡ് പ്ലാന്റ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ട്യൂട്ടോറിയൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കൊടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ വരെ ഗുഡ് ബൈ.